നമ്മുടെ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി വീണ്ടും ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടാണ് വരുന്നത്. യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോവുകയാണ്. അതായത് പൈപ്പ്ലൈൻ നാച്ചുറൽ ഗ്യാസ് നമ്മുടെ പ്രദേശത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത്തരം പ്രദേശങ്ങളിലേക്ക് ഗാർഹിക പാചക വാതക സിലിണ്ടറുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവയ്ക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര നിർദ്ദേശം വന്നതായിട്ടാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് എത്രയും വേഗം നമ്മൾ സിറ്റി ഗ്യാസ് പദ്ധതികൾ അല്ലെങ്കിൽ പൈപ്പ്ലൈൻ നാച്ചുറൽ ഗ്യാസ് പദ്ധതികളിൽ അംഗത്വം എടുക്കുക. എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് നിലവിൽ ആപ്ലിക്കേഷനുകൾ കൊടുത്ത് കണക്ഷൻ എടുക്കുക. അല്ലാത്തപക്ഷം നമുക്ക് ഇന്ധനം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇനി അത് മാത്രമല്ല, നമുക്ക് 5 കിലോയുടെ ഗ്യാസ് സിലിണ്ടർ രാജ്യത്ത് സുലഭമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഇന്ത്യൻ, ഭാരത്, എച്ച്.പിയുടെയുമെല്ലാം മിനി ഗ്യാസ് സിലിണ്ടറുകൾ, ഇന്ത്യൻ്റെ ആണ് എങ്കിൽ ചോട്ടു ഗ്യാസ് സിലിണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ മേൽവിലാസം തെളിയിക്കുന്ന രേഖകളോ മുൻകൂട്ടിയുള്ള ബുക്കിങ്ങോ ആവശ്യമില്ലാതെ നമുക്ക് ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കും. 5 കിലോ ഭാരം വരുന്ന ഇത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഇത് നമുക്ക് 500 രൂപ മുതൽ 550 രൂപ വരെ മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ബുക്ക് ചെയ്ത് വാങ്ങുന്നതിനും സാധിക്കും. നിലവിൽ നമ്മുടെ രാജ്യത്ത് മാർച്ച് മാസം 23-ാം തീയതിക്ക് ശേഷം 6.5 ലക്ഷത്തോളം വരുന്ന ചോട്ടു ഗ്യാസ് സിലിണ്ടറുകൾ അല്ലെങ്കിൽ മിനി ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നതായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും ID പ്രൂഫ് ആണ് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ മറ്റ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകളോ മുൻകൂർ ബുക്കിങ്ങോ ഇതിന് വേണ്ടി ആവശ്യമില്ല. ഇന്ത്യൻ്റെയോ ഭാരതിൻ്റെയോ പെട്രോൾ പമ്പുകളിലും ഈ മിനി ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങാനായിട്ട് സാധിക്കും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ട് 25 രൂപയാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ കൃത്യസമയത്ത് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.